ചായ നമുക്കൊരു വികാരമാണ് അല്ലേ? രാവിലെ വൈകിട്ടൊക്കെ ഒരു കിടിലൻ ചായ ആയാലോ? ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രാമ്പൂവും ഏലക്കയും അതുപോലെ ഒരു പട്ടക്കഷ്ണം കൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, കറുവപ്പട്ടയുടെ കഷ്ണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് സിമ്മിലിട്ട് നല്ലപോലെ ഒന്ന് വറ്റിക്കണം കേട്ടോ. നമ്മുടെ കടുപ്പം അനുസരിച്ചിട്ട് തേയിലയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഏലക്ക മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഈ സമയത്ത് ചതച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇപ്പം നമ്മുടെ ചായയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ. നമുക്ക് ചായക്ക് രുചി കൂടാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറയട്ടെ. നമ്മൾ ഇതുപോലെ ചായ തിളയ്ക്കുന്ന സമയത്ത് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സിമ്മിലിട്ട് കൊടുത്തേക്കുവാണേ. എനിക്ക് ഇത്ര കടുപ്പം മതി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തേയില ചേർക്കാത്തത്. കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള തേയില നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ച സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ചായയൊന്ന് ഊറ്റിയെടുക്കുവാണേ. ഞാനിപ്പോൾ ചായയിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. ഈ സമയത്തോ അല്ലെ തിളയ്ക്കുന്ന സമയത്തോ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. ഇവിടെ പൊതുവെ ചായക്ക് പഞ്ചസാര ഇല്ലാതെ കേട്ടോ കുടിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.